സ്വാഗതം. നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഈ ലേഖനങ്ങളും റിപ്പോർട്ടുകളുമെല്ലാം ഞാൻ ശരിക്കും വായിച്ചു നോക്കി. ഭയങ്കരം ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ഒരൊറ്റ ചോദ്യമാണ് ഇതിന്റെ എല്ലാം കാതല്, അല്ലേ? എന്തുകൊണ്ടാണ് ഈ റമദാൻ ഓരോ നാട്ടിലും ഓരോ ദിവസം തുടങ്ങുന്നത്? അതെ, എല്ലാ വർഷവും വരുന്നൊരു ചോദ്യമാണത്. സൗദിയിൽ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞിട്ടും ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ഉള്ളവർക്ക് ഒരു ദിവസം കൂടെ കാത്തിരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതെ, ആ ഒരു കൺഫ്യൂഷൻ. ഇന്ന് നമ്മൾ ആ വിഷയത്തിന്റെ എല്ലാ നൂലാമാലകളും ഒന്ന് വേർതിരിച്ചെടുക്കാൻ പോവാണ്. കൊള്ളാം. നിങ്ങൾ തന്ന സോഴ്സുകൾ വെച്ച് മാസപ്പിറവി കാണുന്ന ആ പഴയ രീതി മുതൽ അതിന്റെ പിന്നിലെ ശാസ്ത്രം, പിന്നെ ഓരോ രാജ്യത്തും എന്താണ് നടക്കുന്നത്, പിന്നെ എല്ലാവർക്കും കൂടി ഒരൊറ്റ കലണ്ടർ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന ആ ഒരു ചർച്ച വരെ നമുക്ക് സംസാരിക്കാം. കൊള്ളാം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇതാണ്: ഈ വിഷയത്തിലെ പാരമ്പര്യം, ശാസ്ത്രം, ഭൂമിശാസ്ത്രം, നിയമം, ഇതെല്ലാം എങ്ങനെയാണ് ഓരോ വർഷവും ഈ തീയതിമാറ്റങ്ങൾക്ക് കാരണമാകുന്നതെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കുക. അതെ, ശരി. അപ്പോൾ നമുക്കിതിന്റെ ഏറ്റവും ഒരു അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ മാസപ്പിറവി കഥയുടെ നിയമം? ഇതിന്റെ എല്ലാം തുടക്കം പ്രവാചകന്റെ വളരെ ലളിതമായ ഒരു നിർദ്ദേശത്തിൽ നിന്നാണ്. ചന്ദ്രക്കല കാണുമ്പോൾ നിങ്ങൾ നോമ്പെടുക്കുക, അത് വീണ്ടും കാണുമ്പോൾ നോമ്പ് അവസാനിപ്പിക്കുക. ഇത്രയുള്ളൂ അല്ലേ? അത്രയുള്ളൂ. ഇതിനെയാണ് അറബിയിൽ റുഇയ എന്ന് പറയുന്നത്. അതായത് കണ്ണുകൊണ്ട് നേരിട്ട് കാണുക. അതെ, നേരിട്ടുള്ള കാഴ്ച. മാസത്തിലെ 29-ാം ദിവസം വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് നോക്കും. എന്നിട്ട് അവിടെ ആ നേരിയ ചന്ദ്രക്കല കണ്ടാൽ അടുത്ത ദിവസം പുതിയ മാസം തുടങ്ങി. കണ്ടില്ലെങ്കിൽ ആ മാസം 30 ദിവസം പൂർത്തിയാക്കും. ഓക്കെ. എന്നിട്ട് തൊട്ടടുത്ത ദിവസം പുതിയ മാസം തുടങ്ങും. സംഭവം വളരെ സിമ്പിളാണല്ലോ. നിയമം വളരെ സിമ്പിളാണ്, പക്ഷെ പ്രയോഗത്തിൽ വരുമ്പോഴാണ് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. അതെങ്ങനെ? ഈ കാഴ്ചയെ സ്വാധീനിക്കുന്ന കൃത്യമായ ചില ശാസ്ത്രീയ ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം നിങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ലൊക്കേഷൻ. അതെ, നിങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുകയാണല്ലോ. അതെ. അപ്പോൾ ഇന്തോനേഷ്യയില് സൂര്യാസ്തമയം കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ ആകാശത്തൊന്നും കാണില്ല. പക്ഷേ ഒരു ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് സമയം മാറുമ്പോൾ, അതെ, ഭൂമി കുറച്ചുകൂടി കറങ്ങി വടക്കേ ആഫ്രിക്കയിലോ തെക്കേ അമേരിക്കയിലോ ഉള്ള ഒരാൾ നോക്കുമ്പോൾ അപ്പോഴേക്കും ചന്ദ്രൻ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുണ്ടാവും. അയാൾക്ക് ചിലപ്പോൾ അത് കാണാൻ പറ്റിയേക്കാം. ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ ഒരു പ്രധാന കളിക്കാരനാണ്. പടിഞ്ഞാറോട്ട് പോകുന്തോറും കാണാനുള്ള സാധ്യത കൂടും. പക്ഷേ ഈ സ്ഥലം മാത്രം മതിയോ? ചിലപ്പോൾ നല്ല തെളിഞ്ഞ ആകാശമായിട്ടും ചന്ദ്രനെ കാണാൻ പറ്റില്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതിന്റെ പിന്നിലെ ശാസ്ത്രം എന്താണ്? നല്ല ചോദ്യമാണ്. പ്രധാനമായും ഒരു 3 കാര്യങ്ങൾ ഒത്തുവരണം. ഒന്ന്, ഇലോങ്ങേഷൻ. അതായത് ചന്ദ്രനും സൂര്യനും തമ്മിലുള്ളൊരു കോണകലം. സൂര്യന്റെ ആ കടുത്ത പ്രകാശത്തിൽ നിന്നും മാറി നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്നൊരു അകലത്തിൽ ചന്ദ്രൻ എത്തണം. ഏകദേശം എത്ര വരും അത്? ഒരു 7 മുതൽ 10 ഡിഗ്രി വരെ അകലം വേണം. രണ്ടാമത്തേത് ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ലാഗ് ടൈം. സൂര്യൻ അസ്തമിച്ച ശേഷം ചന്ദ്രൻ ചക്രവാളത്തിൽ നിന്ന് എത്രത്തോളം മുകളിലാണ്, പിന്നെ എത്ര നേരം അവിടെ ഉണ്ടാകുമെന്നുള്ളത്. ശരി. കാരണം അതിനെ കണ്ടെത്താനൊരു സമയം വേണ്ടേ? അതെ, ഒരു 30 മുതൽ 60 മിനിറ്റെങ്കിലും ചക്രവാളത്തിന് മുകളിൽ നിന്നാലേ അതിനെ നിരീക്ഷിക്കാൻ സമയം കിട്ടൂ. ശരി. ഇനി മൂന്നാമത്തെ കാര്യമോ? അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്: കാലാവസ്ഥ. അത് ശരിയാണ്. ആകാശം മുഴുവൻ കാർമേഘം മൂടി നിൽക്കുകയാണെങ്കിൽ പിന്നെന്ത് ചെയ്യാൻ പറ്റും? ശാസ്ത്രമനുസരിച്ച് ചന്ദ്രൻ അവിടെ ഉണ്ടാകും, പക്ഷേ നമുക്ക് കാണാൻ പറ്റില്ല. അതെ, ഈ മേഘവും പൊടിയും കാരണം നമ്മുടെ കണ്ണിനത് പിടികിട്ടില്ല. അത്രേ ഉള്ളൂ. ഈ 3 കാര്യങ്ങളും ഒത്തുവന്നാലേ ചന്ദ്രക്കലയെ കാണാൻ ഒരു സാധ്യതയുള്ളൂ. ശരി. അപ്പോൾ നിയമം സിമ്പിളാണ്. ചന്ദ്രനെ കാണുമ്പോൾ നോമ്പെടുക്കുക. പക്ഷേ ഈ നിയമം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എത്തുമ്പോൾ എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. അതാണ് രസം. നിങ്ങളുടെ സോഴ്സുകൾ വെച്ച് നമുക്ക് 2026-ലെ ആ ഒരൊറ്റ രാത്രിയിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം. സൗദിയിൽ നിന്ന് തുടങ്ങാം. ഓക്കെ. സൗദിയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും അന്ന് എന്താണ് സംഭവിച്ചത്? സൗദിയില് വളരെ പരമ്പരാഗതമായ രീതിയാണ്. അവരുടെ സുപ്രീം കോടതിയുടെ കീഴിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി മാസപ്പിറവി നിരീക്ഷിക്കാൻ കമ്മിറ്റികളുണ്ട്. റൈറ്റ്. അവർ 29-ാം ദിവസം, അതായത് 2026 ഫെബ്രുവരി 17-ന് സൂര്യാസ്തമയത്തിനു ശേഷം ആകാശത്തേക്ക് നോക്കി. എന്നിട്ടോ? കണ്ടോ? അന്നു രാത്രി ചന്ദ്രക്കല കണ്ടതായി ചില സാക്ഷികൾ മൊഴി നൽകി. ആ സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു, അടുത്ത ദിവസം ഫെബ്രുവരി 18 റമദാൻ 1. ഒരു മിനിറ്റ്, അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ.
നിങ്ങളുടെ സോഴ്സിൽ തന്നെ പറയുന്നുണ്ടല്ലോ 2026 ഫെബ്രുവരി 17-ന് ശാസ്ത്രീയമായിട്ട് ചന്ദ്രക്കലയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ ഒരു സാധ്യതയുമില്ലെന്ന്. ഇല്ലെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നുവെന്ന്. എന്നിട്ടും ആരോ കണ്ടു എന്ന് പറഞ്ഞാൽ അതങ്ങ് അംഗീകരിക്കുകയാണോ സൗദിയിൽ ചെയ്യുന്നത്? അതെ, അതാണ് അവിടുത്തെ രീതി. എല്ലാ വർഷവും ഈ ചർച്ച നടക്കാറുണ്ട്. ഇത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കില്ലേ? ഉണ്ടാക്കാറുണ്ട്. പക്ഷെ സൗദിയുടെ ഔദ്യോഗിക നിലപാട് അവർ പ്രവാചകന്റെ നിർദ്ദേശം അതേപടി പാലിക്കുന്നു എന്നതാണ്. ശാസ്ത്രീയ കണക്കുകൂട്ടലുകൾ സാധ്യതകളെക്കുറിച്ചാണ് പറയുന്നത്. പോസിബിലിറ്റി മാത്രം. അതെ. പക്ഷെ പാരമ്പര്യം ആവശ്യപ്പെടുന്നത് നേരിട്ടുള്ള കാഴ്ചയാണ്. അതുകൊണ്ട് വിശ്വസ്തരായ സാക്ഷികൾ കണ്ടു എന്ന് മൊഴി നൽകിയാൽ അവർക്കത് സ്വീകരിക്കേണ്ടി വരും. ഓക്കേ. അപ്പോ ശാസ്ത്രീയ സാധ്യതയേക്കാൾ സാക്ഷികളുടെ വാക്കിനാണ് അവിടെ വില. അതെ, ഫൈനൽ കോൾ സാക്ഷികളുടേതാണ്. കൊള്ളാം. ഇനി നമുക്ക് കുറച്ചുകൂടി കിഴക്കോട്ട് പോയാലോ? ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അവിടെ സൂര്യാസ്തമയം സൗദിയേക്കാൾ നേരത്തെയാണല്ലോ. അതെ. അപ്പോ അവിടെ ഈ ചന്ദ്രനെ കാണുന്നത് ഇതിലും ബുദ്ധിമുട്ടാവില്ലേ? 2026 അവിടെ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ആ രാജ്യങ്ങൾക്ക് അവരുടേതായ റൊയ്യത്ത് ഹിലാൽ കമ്മിറ്റികളുണ്ട്. ഫെബ്രുവരി 17-ന് അവർ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നിരീക്ഷിച്ചു. പക്ഷെ ആർക്കും ചന്ദ്രക്കലയെ കാണാൻ സാധിച്ചില്ല. എന്തുകൊണ്ട്? കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിശാസ്ത്രപരമായി അവർ കിഴക്കാണ്. അവിടെ സൂര്യാസ്തമയം നടക്കുമ്പോൾ ചന്ദ്രന് കാണാൻ പാകത്തിന്റെ പ്രായമായിട്ടുണ്ടായിരുന്നില്ല. ഓക്കേ. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ പിറ്റേ ദിവസവും, അതായത് ഫെബ്രുവരി 18-നും നിരീക്ഷിച്ചു. അപ്പോഴേക്കും ചന്ദ്രൻ കുറച്ചുകൂടി വലുതാവുകയും കൂടുതൽ പ്രകാശിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് പലയിടത്തുനിന്നും ചന്ദ്രക്കല കണ്ടതായി റിപ്പോർട്ടുകൾ വന്നു. ശരി. അതനുസരിച്ച് ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമെല്ലാം റമദാൻ ആരംഭിച്ചത് ഫെബ്രുവരി 19-നാണ്. അതായത് സൗദിയിൽ നോമ്പ് തുടങ്ങി ഒരു ദിവസം കഴിഞ്ഞിട്ട്. അതെ, ഒരു ദിവസത്തെ വ്യത്യാസം. അപ്പോൾ ഒരേ ചന്ദ്രൻ, പക്ഷെ 2 രാജ്യങ്ങളിൽ 2 ദിവസം. ഇനി നമുക്ക് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും പോകാം. അവിടെ മുസ്ലിംകൾ ന്യൂനപക്ഷമാണല്ലോ. അവിടത്തെ കാര്യങ്ങൾ ഇതിലും സങ്കീർണമായിരിക്കുമല്ലോ. തീർച്ചയായും. യുകെയിലെ കാര്യം തന്നെ എടുക്കാം. യുകെയിലെ സ്ഥിതി ശരിക്കും ഒരു മെസ്സാണ്. അവിടെ ഏകദേശം 40 ലക്ഷം മുസ്ലിമുകളുണ്ട്. അവർ പല രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയവരാണ്. ശരിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പൊതുവായ രീതിയേയില്ല. നിങ്ങളുടെ സോഴ്സിലൊരു റിപ്പോർട്ട് പറയുന്നത് പോലെ ചില പള്ളികൾ സൗദിയെ ഫോളോ ചെയ്യും. മറ്റു ചിലർ പാകിസ്ഥാനെയോ മൊറോക്കോയെയോ ഫോളോ ചെയ്യും. വേറു ചിലർ പ്രാദേശികമായി കാണാൻ ശ്രമിക്കും. അയ്യോ, അത് ആലോചിക്കാൻ കൂടി വയ്യ. ഒരേ നഗരത്തില്, ചിലപ്പോൾ ഒരേ തെരുവിൽ താമസിക്കുന്നവരിൽ ചിലർക്ക് റമദാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് തുടങ്ങിയിട്ടുണ്ടാവില്ല. അതെ അതെ. ഒരേ വീട്ടിൽ തന്നെ ചേട്ടൻ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അനിയൻ നോമ്പെടുക്കുന്ന അവസ്ഥ. കുട്ടികളുടെ കാര്യമായിരിക്കും ഏറ്റവും കഷ്ടം. ഇത് വലിയ സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനൊരു പരിഹാരമായിട്ടാണ് മൂൺസൈറ്റേഴ്സ് അക്കാദമി പോലുള്ള ചില സംഘടനകൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതെന്താണ്? അവർ ആളുകളെ പ്രാദേശികമായി മാസപ്പിറവി നിരീക്ഷിക്കാൻ പരിശീലിപ്പിക്കുകയാണ്. മറ്റേതെങ്കിലും രാജ്യത്തെ ആശ്രയിക്കാതെ യുകെയുടെ ആകാശത്ത് ചന്ദ്രനെ കാണുന്നുണ്ടോ എന്ന് സ്വയം ഉറപ്പിച്ച് ഒരു ഐക്യമുണ്ടാക്കാനാണ് അവരുടെ ശ്രമം. നല്ലൊരു ശ്രമമാണല്ലോ. അപ്പോ അമേരിക്കക്കാർക്ക് ഇതിനൊരു സ്മാർട്ട് പരിഹാരം വല്ലതുമുണ്ടോ? അതോ അവിടെയും ഈ അവസ്ഥ തന്നെയാണോ? അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആണ്. ആണോ? യുഎസിലെ പ്രധാനപ്പെട്ട ഇസ്ലാമിക സംഘടനകളായ FCNA, ISNA എന്നിവർ ജ്യോതിശാസ്ത്രപരമായ കണക്കുകൂട്ടലുകളെയാണ് ആശ്രയിക്കുന്നത്. അറബിയിൽ ഇതിനെ ഹിസാബ് എന്ന് പറയും. ഹിസാബ്. ചന്ദ്രൻ എപ്പോൾ, എവിടെ, ഏതു രൂപത്തിൽ കാണാൻ സാധിക്കും എന്ന് ശാസ്ത്രീയമായി മാസങ്ങൾക്ക് മുൻപേ കൃത്യമായി പ്രവചിക്കാൻ പറ്റും. അതുകൊള്ളാമല്ലോ. ആളുകൾക്ക് നേരത്തെ തന്നെ അവരുടെ ജോലിയും അവധിയുമൊക്കെ പ്ലാൻ ചെയ്യാമല്ലോ. അതെ. അതനുസരിച്ച് 2026-ൽ റമദാൻ ഫെബ്രുവരി 18-ന് ആരംഭിക്കുമെന്ന് അവർ 2025-ൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അവിടെ എല്ലാവരും ഈ കണക്കുകൂട്ടൽ അംഗീകരിക്കുന്നുണ്ടോ? അതോ കണ്ണുകൊണ്ട് കാണണം എന്ന് വാശി പിടിക്കുന്നവരുണ്ടോ? ഉണ്ട്. ചില പ്രാദേശിക പള്ളികളും കമ്മ്യൂണിറ്റികളും ഇപ്പോഴും നേരിട്ട് കാണുന്നതിനോ അല്ലെങ്കിൽ സൗദിയെപ്പോലുള്ള രാജ്യങ്ങളെ പിന്തുടരുന്നതിനോ ആണ് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് അമേരിക്കയിലും ചെറിയ തോതിലുള്ള വ്യത്യാസങ്ങൾ കാണാം. എങ്കിലും ഭൂരിഭാഗം പേരും FCNAയുടെ കാലണ്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2026-ലെ ആ ഒരു ചിത്രം, അത് ശരിക്കും കൗതുകകരമാണ്. സൗദിയിലും US-ലും ഫെബ്രുവരി 18-ന് നോമ്പ് തുടങ്ങി. അതെ. ഒന്ന് സാക്ഷിയെ അടിസ്ഥാനമാക്കി, മറ്റൊന്ന് കണക്കുകൂട്ടലിനെ അടിസ്ഥാനമാക്കി. അതെ. അതേസമയം ഇന്ത്യയിലും UK-യിലെ ഭൂരിഭാഗം പേർക്കും നോമ്പ് തുടങ്ങിയത് ഫെബ്രുവരി 19-നും.
കറക്റ്റ്. അപ്പോൾ നമ്മൾ കണ്ടത് 3 വഴികളാണ്. ഒന്നുകിൽ സ്വന്തം കണ്ണുകൊണ്ട് നോക്കുക, അല്ലെങ്കിൽ കണക്കുകൂട്ടി നോക്കുക, അതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തെ നോക്കി കോപ്പി അടിക്കുക. ഒരു തരത്തിൽ പറഞ്ഞാൽ അതെ. തമാശ പറഞ്ഞതാണെങ്കിലും ഇതാണല്ലോ സത്യത്തിൽ നടക്കുന്നത്. ഈ വ്യത്യാസങ്ങളുടെ എല്ലാം അടിത്തറ എന്താണ്? എന്താണ് ഇവിടുത്തെ പ്രധാന തർക്കവിഷയം? അതെ, ഈ 3 രീതികളാണ് പ്രധാനമായും നിലവിലുള്ളത്. ഇതിന്റെ എല്ലാം പിന്നിലുള്ള അടിസ്ഥാനപരമായ ഒരു ചോദ്യമുണ്ട്. എന്താണത്? ഒരു സ്ഥലത്ത് മാസപ്പിറവി കണ്ടാൽ അത് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും ബാധകമാണോ? അതോ ഓരോ നാട്ടുകാരും അവരവരുടെ നാട്ടിൽ ചന്ദ്രനെ കാണേണ്ടുമോ? ഇത് നൂറ്റാണ്ടുകളായിട്ടുള്ള ചോദ്യമായിരിക്കുമല്ലോ. അതെ, ഇസ്ലാമിക പണ്ഡിതന്മാർ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. എന്നിട്ട് അതിനൊരു ധാരണയിലെത്താൻ പറ്റിയിട്ടില്ലേ? 2 പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, ഇഖ്തിലാഫ് അൽ മദാലിയർ, അതായത് ഓരോ പ്രദേശത്തും ഉദയസ്ഥാനങ്ങൾ വ്യത്യസ്തമാണ്. ഓക്കേ, സിമ്പിളായി പറഞ്ഞാൽ സിമ്പിളായി പറഞ്ഞാല് പ്രവാചകന്റെ നിർദ്ദേശം ഓരോ സമൂഹത്തോടുമുള്ള നേരിട്ടുള്ള കൽപ്പനയാണ്. അതുകൊണ്ട് ലണ്ടനിലുള്ളവർ ലണ്ടനിലെ ആകാശത്തും ഡൽഹിയിലുള്ളവർ ഡൽഹിയിലെ ആകാശത്തും ചന്ദ്രനെ കാണണം. മറ്റിടത്ത് കണ്ടാൽ അവർക്കത് ബാധകമല്ല. ശരി. അപ്പോ രണ്ടാമത്തെ അഭിപ്രായമോ? അതിനെ ഇത്തിഹാദൽ മദാലിയർ എന്ന് പറയും. ഏകീകൃത ഉദയസ്ഥാനം. അതെ, ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ലോകത്തെവിടെയെങ്കിലും വിശ്വസനീയമായ രീതിയിൽ മാസപ്പിറവി കണ്ടാൽ അത് എല്ലാ മുസ്ലിങ്ങൾക്കും ബാധകമാണ് എന്നാണ്. കാരണം മുസ്ലിങ്ങൾ ഒറ്റ സമൂഹമാണ്. ഈ നിയമപരമായ വ്യാഖ്യാനങ്ങളിലെ വ്യത്യാസമാണ് ഈ കാണുന്ന വൈവിധ്യങ്ങളുടെയെല്ലാം ഒരു പ്രധാന കാരണവും. അപ്പോൾ ഈ ആശയക്കുഴപ്പങ്ങളെല്ലാം ഒഴിവാക്കാൻ എല്ലാവർക്കും വേണ്ടി ഒരൊറ്റ ഗ്ലോബൽ ഇസ്ലാമിക് കലണ്ടർ ഉണ്ടാക്കിയാൽ പോരെ? സാങ്കേതികമായി അതിപ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. എന്തുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കുന്നില്ല? ആ ആശയം പലരും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ രേഖകൾ പ്രകാരം 2016 തുർക്കിയിൽ ഒരു വലിയ അന്താരാഷ്ട്ര കോൺഗ്രസ് നടന്നിരുന്നു. ഞാൻ വായിച്ചു. അതിൽ പങ്കെടുത്ത ഭൂരിഭാഗം പണ്ഡിതന്മാരും ഒരു ഏകീകൃത കലണ്ടർ എന്ന ആശയത്തെ പിന്തുണച്ചിരുന്നു. ഇന്തോനേഷ്യയിലെ മുഹമ്മദിയ പോലുള്ള വലിയ സംഘടനകൾ ഒരു കലണ്ടർ ഉണ്ടാക്കുക പോലും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എന്താണ് പ്രശ്നം? എന്തുകൊണ്ടാണത് നടപ്പിലാക്കാൻ പറ്റാത്തത്? പ്രധാന വെല്ലുവിളി പാരമ്പര്യമാണ്. മാസപ്പിറവി കണ്ണുകൊണ്ട് കാണുക എന്നത് വെറുമൊരു നിയമം മാത്രമല്ല, അതൊരു സാമൂഹികവും ആത്മീയവുമായ അനുഭവമാണ്. ശരിയാണ്, ആ ഒരു എക്സൈറ്റ്മെന്റ്. അതെ, മുൻകൂട്ടി അച്ചടിച്ച ഒരു കലണ്ടർ വരുമ്പോൾ ആ ഒരു അനുഭവം നഷ്ടപ്പെടുമെന്ന് പലരും ഭയപ്പെടുന്നു. സ്വന്തം നാട്ടിലെ ആകാശത്ത് ചന്ദ്രക്കല കാണുന്നതിന് മുൻപ് തന്നെ നോമ്പ് തുടങ്ങാൻ നിർബന്ധിതരാകുമോ എന്നൊരു ആശങ്കയും പലർക്കുമുണ്ട്. ഓക്കെ, അപ്പോൾ ശാസ്ത്രീയമായി സാധ്യമാണെങ്കിലും ഈ പാരമ്പര്യങ്ങളെയും നിയമങ്ങളെയും മറികടന്ന് ഒരു പൊതു കലണ്ടർ നടപ്പിലാക്കുക എന്നത് അത്ര എളുപ്പമല്ല. അല്ല, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: റമദാൻ തുടങ്ങുന്നതിലെ ഈ വ്യത്യാസങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ തെറ്റല്ല. അല്ല, അത് ഭൂമിശാസ്ത്രം, ശാസ്ത്രം, പാരമ്പര്യം, നിയമപരമായ വ്യാഖ്യാനങ്ങൾ എന്നിവയെല്ലാം ചേർന്ന ഒരു സങ്കീർണമായ സമവാക്യത്തിന്റെ ഫലമാണ്. കൃത്യം. ചന്ദ്രപ്പിറവി എന്നത് കേവലം ആകാശത്ത് നോക്കുന്ന ഒരു പ്രവൃത്തിയല്ല, അതൊരു സമൂഹം തങ്ങളുടെ സ്വത്വം എങ്ങനെ നിർവചിക്കുന്നു എന്നതിന്റെ കൂടി അടയാളമാണ്. അത് ശരിയാണ്, വളരെ ശരിയാടാ. ചിലർക്കത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ്, മറ്റു ചിലർക്കത് ആഗോള ശാസ്ത്രബോധമാണ്, വേറെ ചിലർക്കത് ദൂരെയിരിക്കുന്ന മാതൃരാജ്യവുമായുള്ള ഒരു കണ്ണിയാണ്. ഒരു ഏകീകൃത കലണ്ടർ വന്നാൽ പല പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഒഴിവാകും, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ സമൂഹങ്ങളിൽ. പക്ഷേ പാരമ്പര്യത്തെ ബഹുമാനിച്ചുകൊണ്ട് ശാസ്ത്രീയമായ കൃത്യതയെ എങ്ങനെ ഒരുമിച്ചു കൊണ്ടുപോകാമെന്നതാണ് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത പ്രധാന ചോദ്യം. അതെ, ആ ഒരു ബാലൻസ് കണ്ടെത്താനാണ് പ്രയാസം. ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാനൊരു ചോദ്യം തരാം. ചോദിക്കൂ. ജ്യോതിശാസ്ത്രപരമായ കണക്കുകൂട്ടലുകൾ ഒരു മൊബൈൽ ആപ്പിൽ വിരൽ തുമ്പിൽ കിട്ടുന്ന ഈ കാലത്ത് ആകാശത്തേക്ക് നോക്കി ചന്ദ്രക്കലയെ തിരയുക എന്ന പഴയ ആചാരത്തിന് അതിന്റെ പ്രസക്തി നഷ്ടപ്പെടുമോ? അതോ മുൻകൂട്ടി അച്ചടിച്ചൊരു കലണ്ടറിനും നൽകാനാവാത്ത എന്തോ ഒരു മൂല്യം ഒരു സമൂഹം മുഴുവൻ ഒരേ പ്രതീക്ഷയോടെ ആകാശത്തേക്ക് ഒരുമിച്ച് നോക്കുന്ന ആ മനുഷ്യാനുഭവത്തിന് എപ്പോഴും ഉണ്ടാകുമോ?